ബിജു എപ്പടാ? എടാ 9 മണിയാടാ. എവിടെ നീ പറഞ്ഞ ആള്? എടാ ഒരു 5 മിനിറ്റ്, ആളിപ്പോൾ തന്നെ എത്തും. അളിയാ കളിക്കല്ലേ, അറിയാലോ ജീവിത പ്രശ്നമാണ്. ഈ പ്രോപ്പർട്ടി അങ്ങനെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ മൊത്തം അവതാളത്തിലാവും. എടാ നീ ഒന്ന് സമാധാനപ്പെട്, എനിക്കറിയാവുന്ന കാര്യം തന്നെയല്ലേ. നിന്റെ പ്രശ്നം നല്ല വെടിപ്പായിട്ട് തീർക്കാൻ പറ്റിയ ഒരാളെയാണ് പറഞ്ഞോട്ടേക്കുന്നത്. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. ഹായ്. ബിജു, ഞാൻ അഡ്വക്കേറ്റ് മരിയ അലക്സ്. സാമുവൽ സാർ പറഞ്ഞിട്ട്. ഇരിക്കൂ. സോറി കേട്ടോ, കുറച്ച് ലേറ്റ് ആയി പോയി. ഓക്കെ. ഒരു സെക്കൻഡേ. ഹലോ മരിയ. യെസ് സർ, എവിടെ എത്തി? ഞാനിവിടെ എത്തി. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ട് ചെയ്തോണേ. നമ്മുടെ ആളാ. ഷോ സർ. പിന്നെ ആളിച്ചിരി ടെൻഷൻ പാർട്ടിയാ, ഒന്ന് നോക്കിയേക്കണേ. അത് ഞാൻ നോക്കി ചെയ്തോളാം. എന്നാ ശരി, ഓക്കെ. എല്ലാം കഴിഞ്ഞ് ഓഫീസിലേക്ക് വാ. ഓക്കെ സർ. സാമുവൽ സാറിനെ എങ്ങനെയാ പരിചയം? എൻ്റെ ഫ്രണ്ടാണ്. ഓ, അപ്പോ ബിജു സാർ എന്താ ചെയ്യുന്നേ? അയ്യോ, എന്നെ സാറൊന്നും വിളിക്കണ്ട. ഓക്കെ ബിജു. ബിജു ഇപ്പൊ എന്താ ചെയ്യുന്നേ? ആക്ച്വലി ഞാനൊരു ഓർഫനേജിൽ കെയർ ടേക്കറായിട്ട് വർക്ക് ചെയ്യണം. ദാറ്റ്സ് നൈസ്. ഈ ലാൻഡ് എവിടെയായിട്ടാ വരുന്നത്? നമുക്ക് അവിടെ വരെ ഒന്ന് പോകേണ്ടി വരും കേട്ടോ. ഓ അതിനെന്താ, ഇപ്പൊ തന്നെ പോകാലോ. അല്ല, ഇത്ര പെട്ടെന്ന് പോവല്ലേ? അതെന്താന്ന് വെച്ചാലേ ബിജു, സാമുൽ സാർ വിളിക്കുമ്പോൾ ഞാൻ കഴിക്കാനായിട്ട് തുടങ്ങുമായിരുന്നു. വളരെ അത്യാവശ്യമാണ്, പെട്ടെന്ന് എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം ഇറങ്ങി. എനിക്കാണെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടേ, ഇനിയിപ്പോൾ കഴിക്കാണ്ട് പോയാൽ ശരിയാവത്തില്ല. സമയം എത്ര ആയില്ലേ? അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ അല്ലേ? ഓക്കെ. ചേട്ടാ ഒരു എന്താ സാർ? 4 പൊറോട്ട, ഒരു ബീഫ് ഫ്രൈ. അല്ല, ഞാൻ പൊറോട്ട കഴിക്കില്ല. ഞാൻ എനിക്ക് പറഞ്ഞതാ, ബിജോയ്ക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോ. സാറിന് എന്താ വേണ്ടേ? എനിക്കൊരു സോഡ ലൈം. എന്നാ എനിക്കൊരു സോഡാലേ. ഓക്കെ ശരി. അതെ, ഞാൻ കാശ് എടുത്തിട്ടില്ലായിരുന്നു, കൊടുക്കണേ. വക്കീൽ ഫീസ് ഒന്ന് കുറയ്ക്കാം. ഇത് പണിയാവൂ. അല്ല, എന്താണ് നമ്മുടെ കേസ്? അതെന്താ വെച്ചാലേ, എൻ്റെ പേരിൽ കുറച്ച് ഭൂമിയുണ്ട്, ഒരു 40 സെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഇളയച്ചൻ കൈവശപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊന്ന് സ്റ്റേ ചെയ്തിട്ട് എനിക്ക് ആ ഭൂമി വെച്ചൊരു ലോൺ എടുക്കാനുള്ളൊരു അവസരം മാഡം ഉണ്ടാക്കി തരണം. അതിന് ഏതെങ്കിലും ബാങ്കിൽ ചെന്ന് ആധാരം വെച്ച് ലോൺ എടുത്താൽ പോരെ? സോ സിമ്പിൾ. അതിന് ആധാരം എൻ്റെ കയ്യിലില്ലല്ലോ. അല്ല, അതാ ഞാൻ പറഞ്ഞേ, എൻ്റെ അച്ചാച്ചൻ മരണസമയത്ത് ഇത് വില്ല് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചാച്ചൻ്റെ മരണശേഷം എൻ്റെ ഇളയച്ചൻ അത് കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ വില്ല് പൂഴ്ത്തി വെച്ചേക്കുക. പോരാ തന്നെ കള്ളപ്രമാണം ഉണ്ടാക്കുന്നുണ്ട്. അടിപൊളി. എന്തായാലും നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. മരിയ 2 വീലറാണോ വന്നത്? അതെ. അങ്ങനെയാണെങ്കിൽ എന്നെ ഫോളോ ചെയ്താൽ മതി. എന്തിന്? ഒരു വണ്ടി പോയാൽ പോരെ? ഒന്നത് യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്, പെട്രോൾ കിട്ടാനില്ല. വെറുതെ എന്തിനാ നമ്മളായിട്ട് രാജ്യത്തിൻ്റെ എണ്ണയില്ലാണ്ടാക്കുന്നത്? അല്ല, അപ്പോൾ തിരിച്ചെന്നെ ഇവിടെ തന്നെ കൊണ്ടുവിട്ടാൽ മതി. അതെൻ്റെ എണ്ണ അല്ലല്ലോ. ബിജു എന്നാൽ ബില്ലിൻ്റെ കാര്യം സെറ്റാക്ക്, ഞാൻ കൈ കഴിയിട്ട് വരാം. ഓക്കെ? ഇതാണല്ലേ സ്ഥലം? ഇത് വെച്ച് ലോൺ എടുത്തിട്ട് എന്താ പരിപാടി? വിദേശത്തേക്ക് വല്ലതും പോകാനാണോ? പിന്നെ നമ്മുടെ കുറ്റാലത്ത് ഒരു ഓർഫനേജ് ഉണ്ട്. അപ്പം എൻ്റെ അമ്മ അവിടെ വളർന്നതൊക്കെ. അപ്പോൾ ആ സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും പ്രേമിച്ച വിവാഹം കഴിക്കുന്നത്. അപ്പം എൻ്റെ അച്ഛൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ബടാ പാർട്ടിയാണ്. അപ്പോൾ അവർക്ക് ഈ ബന്ധത്തോട് വരെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ പറഞ്ഞു കേൾക്കൂ, ആസ്തിക്ക് വിളിച്ച് പറയാമായിരുന്നില്ലേ. എൻ്റെ അച്ഛൻ്റെ തുടക്ക സമയത്ത് വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നെങ്കിലും പുള്ളിയുടെ അവസാന കാലഘട്ടം ആയപ്പോഴേക്കൊക്കെ ഒന്ന് ഒതുങ്ങി. തറവാട്ടിൽ അവരറിയാൻ ഞങ്ങൾ കാണാനൊക്കെ വരുമായിരുന്നു. ആ സമയത്താണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്.
ആക്സിഡൻ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു 6 വയസ്സ് പ്രായം ഉണ്ടായിരിക്കും. അപ്പോൾ അച്ഛൻ്റെ മരണച്ചടങ്ങിനൊക്കെ അച്ഛൻ വന്നിരുന്നു. അത് മാത്രമല്ല, ചടങ്ങ് കഴിഞ്ഞ് പോകുമ്പോൾ എന്നെ അമ്മേനും കൂടെ കൊണ്ടുപോയി. പക്ഷെ ഞങ്ങൾ കയറി വന്നതൊന്നും എൻ്റെ ചിറ്റയ്ക്കും ചെറിയ ചെറിയൊന്നും ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ അച്ഛൻ്റെ വാക്കായതുകൊണ്ട് അവർക്ക് നിരസിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ 2 വർഷം അവിടെ ആയിരുന്നു. പക്ഷെ ആ 2 വർഷം അടിപൊളിയായിരുന്നു. ഈ സ്വർഗം എന്നൊക്കെ പറയില്ലേ, അതുപോലെ. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ അച്ഛനും മരിച്ചു. പക്ഷെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ തറവാട്ടിലുള്ളവരൊക്കെ വിധം മാറി. എന്നെ അമ്മേനെ അടിച്ച് പുറത്താക്കുന്നൊരു അവസ്ഥ വന്നു. ഞാൻ അമ്മ ശരിക്കും ഒറ്റപ്പെട്ടു പോയി. പിന്നെ ഓരോ ദിവസം തള്ളി നിൽക്കാനുള്ള കഷ്ടപ്പാടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് അമ്മ വളർന്ന ഓർഫണേജിൽ കെയർ ടേക്കറായിട്ട് ജോലി കിട്ടുന്നത്. പിന്നെ ഞാനമ്മ അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ വളർന്നു, MSW എടുത്തു, അമ്മയുടെ ജോലി ഞാൻ ചെയ്യുന്നു. എൻ്റെ നല്ല ഓർമ്മകൾ അവിടെയാണ്, ഓർഫണേജിൽ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേണ്ട വിധത്തിലുള്ള സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ആ ഓർഫണേജിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ പോവാ. അപ്പോൾ അവിടെയുള്ള കുട്ടികളെ വേറെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ളൊരു പരിപാടിയാണ് അവിടെ നടക്കുന്നത്. ഒരിക്കൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരവർ. ഇനി അതുപോലൊരവസ്ഥ അവർ സഹിക്കില്ല. അതുകൊണ്ട് അതെനിക്ക് തിരിച്ച് പിടിക്കണം വക്കീലേ. അവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അതിനുള്ള ലാസ്റ്റ് പിടിവള്ളിയാണ് ഇത്. വക്കീലെ കടവ് കണ്ടോ? അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ 2 ഇടയ്ക്ക് ഇവിടെ വന്നിരിക്കുകയായിരുന്നു. അന്ന് അച്ഛൻ പറയും, ഇതൊക്കെ നിന്റെ അച്ഛനെ കൊടുക്കാൻ വെച്ചിരുന്ന സ്ഥലമാണ്, ഇനി ഇത് നിനക്കുള്ളതാണെന്ന്. മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ അത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഞാൻ ചെറിയ കുട്ടിയല്ലേ, ഞങ്ങളെ നൈസർ അടിച്ചു പുറത്തായി കഴിഞ്ഞാൽ ഇതിനെ പറ്റിയൊന്നും അറിയില്ലെന്ന് ഇളയച്ചൻ വിചാരിച്ചാണ്. അപ്പൊ അന്നേ കേസ് കൊടുത്തൂടായിരുന്നോ? ഞാൻ പറഞ്ഞില്ല, ഞാനന്ന് ചെറിയ കുട്ടിയായിരുന്നു. അന്ന് എനിക്ക് ഇളയച്ചനോട് എതിർക്കാനുള്ള ധൈര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഓ, ഇപ്പൊ വലിയ കുട്ടിയായപ്പം ധൈര്യം വന്നോ? ധൈര്യത്തിൻ്റെ അല്ല വക്കീലെ, നിവൃത്തിയില്ലാത്തോണ്ട. എൻ്റെ വീടാണ് ഓർഫണേജ്, അതില്ലെങ്കിൽ ഞാനില്ല. നിന്നോട് ഈ പരിസരത്ത് വരുന്നതാണ് പറഞ്ഞേക്കണ. നിനക്ക് കിട്ടിയൊന്നും പോരടാ. നിങ്ങളാരാ? ഇതേ ഞങ്ങളുടെ മോലാണ് സ്ഥലമാണ്. ചെറിയച്ഛൻ്റെ ആൾക്കാർ അറമ്പാക്കണ്ട പോവാ. നീ ഏതാടി കൊച്ചേ? നിങ്ങളുടെ മുതലാളിയുടെ കയ്യിൽ നിന്ന് ഈ സ്ഥലം തിരിച്ചു വാങ്ങിക്കൊടുക്കാന്ന വക്കീലാ ഞാൻ. നീ കുറെ വാങ്ങിച്ചു കൊടുക്കും, നല്ല ഇടി. നീ എന്നൊക്കെ വീട്ടിൽ പോയി വിളിച്ചാ മതി. സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറാ. എന്താ കേസെന്നറിയോ? KP Act 119, 2 അകത്താ. ഡയലോഗ് അടിക്കാൻ തുടങ്ങി പോടി. കൈ കയറി പിടിക്കുന്ന തെണ്ടി. അടി പ്ലീസ് വിട്ടേക്ക്, ഞങ്ങളിപ്പോൾ തന്നെ പൊക്കോളാം. ആ കുട്ടി ഒന്ന് ക്ഷമിക്കട്ടെ, ഞങ്ങൾ പൊക്കോളാം. ഇങ്ങനെ കെഞ്ചാതെ പിടിച്ചിടിക്കു ബിജോ. വക്കീല് വെറുതെ വിഷയം ഉണ്ടാക്കല്ലേ. സെൽഫ് ഡിഫൻസ് ഒരു കുറ്റമല്ല ബിജോ. ഇനി ഇതെങ്ങാനും കേസായാൽ ഞാൻ നോക്കിക്കോളാം. ഫ്രീ ആയിട്ട്? ആ, ഫ്രീ ആയിട്ട്. ബിജോ അടിക്കടാ. വേണ്ടണ്ണ, അവൻ്റെ കൂടെ വക്കീലുണ്ട്. നമ്മളോട് ആരുമില്ല. പോലീസ് എങ്ങാനും വന്ന് കൊണ്ടുപോയാ മുതലാളി പോലും വന്നിറക്കൂല. നമുക്ക് വേഗം സ്കൂട്ടാവാൻ നോക്കാം. പിന്നെ അടുത്തോളാടാ. എടുക്കാൻ ഇങ്ങോട്ട് വാ. എന്തു പറ്റി? കൈ പൊട്ടിയോ? ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ? ഇതിപ്പോ ചെറിയച്ചനറിയും, മൊത്തം പ്രശ്നവും. താൻ അത് വിട്. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഒരു സമാധാനത്തിന് പ്ലീസ് വാ, പോവാം. വാ. ഒരു ചായ കുടിച്ചാലോ? ഇപ്പൊ പെയിൻ ഉണ്ടോ? വലിയ കുഴപ്പമില്ല. ശരിയാവും.
ചേട്ടാ ആ. 2 ചായ. ശരി മാഡം. കഴിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട. ദാ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നോണ്ടല്ലേ വന്നത്, അല്ലെങ്കിൽ പെയിനും സഹിച്ചങ്ങ് വീട്ടിൽ പോവായിരുന്നു. വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല, ചെറിയ ചതവുണ്ട്. ദാ, ഈ മെഡിസിൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കഴിക്കണം. ഇത് വാങ്ങിയ പൈസ ഉണ്ടായിരുന്നോ? അതിനത്ര വലിയ കാശൊന്നും ആയില്ല. ആന്ന് ബിജോ സാമൂലെ, എന്താണ് ഇത്? ചെറിയൊരു ഫൈറ്റ്. മരിയേ, എന്താണ് ഇതൊക്കെ? തന്നെ ഒരു പ്രശ്നം തീർക്കാൻ വിട്ടിട്ട് വേറെ വള്ളിക്ക് പിടിച്ചോണ്ട് വന്നേക്കാ? അത് സാർ ആക്ച്വലി എന്റെ മിസ്റ്റേക്കാ, എന്റെ കയ്യിൽ നിന്ന് പോയതാ. മരിയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ചെറിയൊരു ചതവുണ്ട്. ശരി, വാ ഡ്രോപ്പ് ചെയ്യാം. അല്ല, വക്കീലെങ്ങനെയാ പോകുന്നത്? അത് കുഴപ്പമില്ല, ഞാൻ ഉബർ എടുത്തോളാം. ഷുവർ, വിളിക്കാമെങ്കിൽ. ഞാൻ എടുക്കാം. അല്ല, ഞാൻ എടുത്തു. ശരി എന്നാ. ഓക്കെ ആണല്ലോ അല്ലേ? ഇല്ല, വലിയ പ്രശ്നമില്ല. ചെറിയൊരു മരിയ. ആ, കൈ എങ്ങനെയുണ്ട്? ഓക്കെയാണ്, കുഴപ്പമില്ല. എന്താ പുതിയ തല്ലു വാങ്ങിച്ചേരാനാണോ? ആണെങ്കിൽ പറയാനട്ടാ, ഇപ്പൊ തന്നെ ഇവിടെ രക്ഷപ്പെടാൻ വേണ്ടിട്ടാ. അതല്ല, കോടതിയെ ആ പ്രോപ്പർട്ടിന്മേലുള്ള നടപടിയൊക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ട്, അതിന്റെ പേപ്പറാ. താങ്ക് യു. അതിന് സ്റ്റേ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, കേസ് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇനി ചെറിയച്ഛൻ്റെ അടുത്ത് നമുക്ക് ആ ആദരം തിരിച്ചു മേടിക്കണ്ടേ? എനിക്കറിയാം, താൻ ഈ കേസ് ജയിക്കും. അത്രയ്ക്ക് വിശ്വാസമാണോ എന്നെ? പിന്നെ ഇനി എന്താ? ഇനി എന്താ, തിരിച്ചു പോകണം. നമ്മുടെ ഓർഫനേജിനെ കുറിച്ച് പണിയുണ്ടേ. കേസിൽ പെട്ട് നിൽക്കുന്ന പ്രോപ്പർട്ടി ആയതുകൊണ്ട് ലോണൊന്നും കിട്ടില്ലേ. അതുകൊണ്ട് എവിടുന്നേലും കുറച്ച് കാശൊക്കെ ഒന്ന് റോൾ ചെയ്യണം. ഞാൻ തരട്ടെ? ആ? അല്ല, കടമായിട്ട്. ലോണ് കിട്ടിയിട്ട് തിരിച്ചു തന്നാൽ മതി. അല്ല, തൻ്റെ കയ്യിൽ എവിടുന്ന് അത്രയും പൈസ? കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ. തനിക്ക് കാശ് വേണോ വേണ്ട? അയ്യോ, കാശ് വേണം. എന്ത് ചോദ്യം അത്? പക്ഷെ ഒരു കണ്ടീഷൻ. പലിശയാണോ? അതൊന്നുമല്ല, എനിക്ക് തൻ്റെ ഓർഫനേജ് ഒന്ന് കാണണം. എന്നെ കൊണ്ടുപോവോ? അതിനെന്താ, വായോ പോവാം. വണ്ടി താനെടുക്കണം. മനസ്സിലായി. യുദ്ധം, രാജ്യത്തിന്റെ പെട്രോൾ. അതന്നെ. ശരി, പോവാം. ഒരു ഓർഫനേജ് ആകുമ്പോൾ ഒരു ലീഗൽ അഡ്വൈസർ ഒക്കെ ഉള്ളത് നല്ലതാ. അല്ലെങ്കിൽ ഇതുപോലെ പൂട്ടിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. ബട്ട് ഐ കൻ ഹെൽപ്പ് യു. ഞാൻ വേണമെങ്കിൽ ആ കേസ് നോക്കാട്ടോ. വേണ്ട. ഒത്തില്ല.